രാമരച്ചംവിള ദുർഗാംബിക ക്ഷേത്രത്തിലാണ് ഇന്ന് ധർമ്മക്ഷേത്രയുടെ പ്രദക്ഷിണം. നവഗ്രഹ ക്ഷേത്രം എന്നുകൂടി അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത്. ഇവിടെ ഷടാധാര പ്രതിഷ്ഠയുള്ള ദേവിമാരുടെ പ്രതിഷ്ഠയുടെ പ്രത്യേകത കൊണ്ടും സൗഭാഗ്യ ദീപമെന്ന വിശേഷാൽ വഴിപാട് സമർപ്പണത്തിൻ്റെ പ്രത്യേകത കൊണ്ടുമൊക്കെ ശ്രദ്ധേയമാണ് ഈ ക്ഷേത്രം. പ്രധാന വീതിയോട് ചേർന്നുള്ള വലിയൊരു അലങ്കാര ഗോപുരമുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ കീഴിലാണ് നിൽക്കുന്നത്. അതിന് മുകളിൽ സിംഹാരൂഢയായ ശ്രീ ദുർഗാദേവിയും ഇരുവശത്തുമായി മഹാലക്ഷ്മിയും ശ്രീ ഭദ്രകാളി ദേവിയെയും നമുക്ക് കാണാൻ കഴിയുന്നു. വളരെ വിശേഷമാണ് ഈ അലങ്കാര ഗോപുരം കാഴ്ചയ്ക്ക് തന്നെ. ഈ ഭാഗത്ത് നിന്ന് കന്നിമൂല ഭാഗത്തേക്ക് പോകുന്ന ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ ചുറ്റുമതിലിൽ മുഴുവൻ ദേവിമാരുടെ ബിംബങ്ങൾ, ചെറിയ ബിംബങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. അത് വളരെ സവിശേഷമാണ് കാഴ്ചയ്ക്ക്. കാരണം ഇത് സപ്തമാതാക്കളാണ്, സപ്തമാതാക്കളുടെ ബിംബങ്ങളാണ് ഈ ഭാഗത്ത് കാണുന്നത്. സപ്തമാതാക്കളെന്ന് പറയുമ്പോൾ ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വരാഹി, പഞ്ചമി, കൗമാരി എന്നീ ദേവിമാരാണ് ഇവിടെ കാണുന്നത്, സപ്തമാതാക്കൾ. അതുപോലെ തന്നെ ഇതിൻ്റെ മേൽഭാഗത്തും, ഈ അലങ്കാര ഗോപുരത്തിൻ്റെ മേൽഭാഗത്ത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ദേവന്മാരുടെ വിഗ്രഹങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് നമുക്ക് പുറത്തുനിന്ന് റോഡിൽ നിന്ന് തന്നെ ഇത് കാണാവുന്നതാണ്. വളരെ കമനീയമാണ്. അങ്ങനെ ഈ ദേവന്മാരെയൊക്കെ പുറത്തുനിന്ന് തന്നെ ഒന്ന് തൊഴുതിട്ട് നമുക്ക് അകത്തേക്ക് കടന്നാൽ 3 ദേവിമാർ അനുഗ്രഹം ചൊരിയുന്ന 3 വലിയ ശ്രീകോവിലുകളുള്ള ഒരു ക്ഷേത്രമാണ് രാമരച്ചംവിള ദുർഗാംബിക ക്ഷേത്രം. ഇത് പ്രധാന കവാടമാണ്. ക്ഷേത്രത്തിനകത്തേക്ക്, നാലമ്പലത്തിനകത്തേക്ക് കടക്കുന്നുള്ള കവാടമാണ്. അവിടെയും നിരവധിയായിട്ടുള്ള കൊത്തുപണികളും വിഗ്രഹങ്ങളൊക്കെ സ്ഥാപിച്ച് കമനീയമാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്തെ വിശേഷങ്ങളാണ് ഈ കാണുന്നത്. ഞാനിപ്പോൾ ക്ഷേത്രത്തിനകത്ത് കടന്നിരിക്കുന്നു. ഇത് ക്ഷേത്രത്തിനകത്ത് ഇപ്പോൾ സൗഭാഗ്യ ദീപ പ്രദക്ഷിണം എന്ന വിശേഷാൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശേഷാൽ ദീപസമർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാലക്ഷ്മി ദേവിയുടെ ഇഷ്ട വഴിപാടാണ് ഈ ദീപ സമർപ്പണം. 21 ചിരാതുകളിൽ ദീപം തെളിയിച്ച് താലത്തിലെടുത്ത് ദേവിമാരുടെ ശ്രീകോവിലൊക്കെ പ്രദക്ഷിണം ചെയ്ത്, ഇത് മണിക്കിണറാണ്, ക്ഷേത്രത്തിലെ മണിക്കിണർ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. അങ്ങനെ ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം ചെയ്ത് ദേവിമാരുടെ തിരുനടയിൽ സമർപ്പിക്കുന്നതാണ് സൗഭാഗ്യദീപ പ്രദക്ഷിണം. ഇത് 21 ആഴ്ച ചെയ്യുന്നവർക്ക് അവരുടെ ഉദ്ദിഷ്ടകാര്യം സാധിക്കുന്നു എന്ന് നിരവധി അനുഭവസ്ഥർ പറയുന്നു. അങ്ങറ്റം കാണുന്നത് ഗണപതി ഭഗവാന്റെ അമ്പലമാണ്. നാലമ്പലത്തിനകത്ത് 3 വലിയ ശ്രീകോവിലുകൾ, 3 ദേവിമാരും ഗണപതി ഭഗവാനുമാണ് നാലമ്പലത്തിനകത്ത് ഉള്ളത്. തുല്യ പ്രാധാന്യത്തോടു കൂടിയാണ് ഇവിടെ 3 ദേവിമാരെയും ആരാധിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ത്രിമൂർത്തി ഭാവത്തിൽ 3 ദേവിമാർ എന്ന് പറയുന്നതായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും, അതായത് ആത്മീയവും ഭൗതികവുമായ ഐശ്വര്യങ്ങളൊക്കെ തന്ന് അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന, ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന മഹാലക്ഷ്മിയും, ഈ ജന്മകർമ്മങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ മൃത്യുവായി നമ്മൾ അനുഗ്രഹിക്കുന്ന ശ്രീ ദുർഗയും, അതിനുശേഷം എല്ലാം തന്നിലേക്ക് ആകർഷിച്ച് പ്രളയത്തിൽ ലയിപ്പിച്ച് കാളരാത്രിയായി വീണ്ടും പുനഃസൃഷ്ടിക്ക് ഹേതുവാകുന്ന മഹാകാളി ദേവിയും 3 അമ്മമാരുടെ തിരുനടയ്ക്ക് സമീപമാണ് നിൽക്കുന്നത്. നേരെ കാണുന്നത് തിരുനടയാണ്. ഞാൻ ഈ വശത്താണ് നിൽക്കുന്നത്. 3 ദേവിമാരുടെ ശ്രീകോവിലും വെവ്വേറെ പ്രത്യേകം പ്രദക്ഷിണം ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. 3 ഒന്നായിട്ടും പ്രദക്ഷിണം ചെയ്യാം. കാരണം 3 തുല്യ പ്രാധാന്യമുള്ള ദേവിമാരുടെ 3 ഭാവങ്ങൾ, അതായത് ആദിപരാശക്തിയായ മഹാമായാദേവിയുടെ 3 ഭാവങ്ങൾ കിഴക്കോട്ട് ഷടാധാര പ്രതിഷ്ഠ ചെയ്ത് കിഴക്കോട്ട് ദർശനമായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന പവിത്ര സ്ഥാനമാണ് രാമരച്ചംവിള ദുർഗാംബിക ക്ഷേത്രം. അങ്ങനെ ക്ഷേത്രത്തിനകത്തൊരു മണിക്കിണർ കൂടിയുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് തന്നെയാണ് ആ മണിക്കിണറിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇത് വടക്കേ നടയിലൂടെ പുറത്തിറങ്ങിയാൽ നാം ആദ്യം കാണുന്നത് നാഗർസ്ഥാനമാണ്. നാഗർസ്ഥാനം വളരെ വിശേഷമാണ്. ഇവിടെ നാഗർസ്ഥാനം, അങ്ങനെ ഈ നാഗർസ്ഥാനത്ത് തൊഴുത് നാഗദേവതകളെയൊക്കെ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്നതെല്ലാം ചെറിയ ചെറിയ ദേവസ്ഥാനങ്ങളാണ്. അതായത് ബ്രഹ്മരക്ഷസ്, യോഗീശ്വരൻ, മന്ത്രമൂർത്തി, മാടൻ തമ്പുരാൻ, യക്ഷിയമ്മ, ഇത്രയുമാണ്. അതോടൊപ്പം തന്നെ പിതൃക്കൾക്ക് സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം കാണുന്നത് പിതൃക്കളുടെ ദേവസ്ഥാനമാണ്. ഇവിടെയൊക്കെ വിളക്ക് വെച്ച് പൂജിക്കുന്നതും വളരെ സവിശേഷമാണ്. എന്തായാലും ഈ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും വരണം. കാരണം അത്ര സവിശേഷമാണ് 3 ദേവിമാരുടെ ഈ ക്ഷേത്രം. ഇത് നവഗ്രഹ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം നേരത്തെ പറഞ്ഞതുപോലെ നവഗ്രഹ ക്ഷേത്രം എന്നുകൂടിയാണ് അറിയപ്പെടുന്നത്. കാരണം ഇവിടുത്തെ നവഗ്രഹ പൂജയും നവഗ്രഹ ഹോമവും വളരെ വിശേഷമാണ്. നവഗ്രഹ ഹോമത്തിന് വേണ്ടിയിട്ട് ധാരാളം ഭക്തജനങ്ങളാണ് ഹോമം നടക്കുന്ന ദിവസങ്ങളിൽ പുറത്തുനിന്ന് ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ഇവിടെ എത്തുന്നത്. നിങ്ങളുടെ ഗ്രഹദോഷങ്ങൾ ഉണ്ടാകുന്ന പീഡകളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ നവഗ്രഹ ഹോമം വളരെ സവിശേഷമെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതിനുവേണ്ടി ധാരാളം ഭക്തരെത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ, ഈ നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടക്കുകയാണ്.
ഈ വർഷത്തെ ക്ഷേത്രത്തിൻ്റെ ഉത്സവം ഈ 2025 ഫെബ്രുവരി 4 മുതൽ 7 വരെയാണ്. അതായത് മകരം 22 മുതൽ 25 വരെയാണ്. ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടി പറയാനുള്ളത്, ഈ ക്ഷേത്രത്തിൽ നമുക്ക് നിത്യജീവിതത്തിൽ അനുഭവപ്പെടുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും തടസ്സങ്ങളുമൊക്കെ അല്ലെങ്കിൽ വിടാതെ പിന്തുടരുന്ന പല പ്രശ്നങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് മുട്ടറക്കൽ അല്ലെങ്കിൽ മുട്ടിറക്കൽ എന്ന ഒരു പ്രശ്ന പരിഹാര ക്രിയയും ക്ഷേത്രത്തിലുണ്ട്. അപ്പോൾ അത് നടത്തി പിന്നെ തിരുമേനി അത് പറയും എന്തൊക്കെ പരിഹാരങ്ങളാണ് നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ധാരാളം ഭക്തർ എത്തുന്നുണ്ട്. അതായത് സൗഭാഗ്യ ദീപ പ്രദക്ഷിണം, സൗഭാഗ്യ ദീപ സമർപ്പണത്തിനും നവഗ്രഹ ഹോമത്തിനും മുട്ടറക്കൽ എന്ന വഴിപാടിനും വേണ്ടിയിട്ട് തന്നെ വിദൂരദേശങ്ങളിൽ ഇതുപോലെ ഇപ്പോൾ ധാരാളം ഭക്തർ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഒരു അനുഭവം ഉണ്ട്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികളാണ് ക്ഷേത്രം തന്ത്രി. കൈപ്പമഠം ശ്രീ മഹേഷ് മഹാദേവൻ നമ്പൂതിരിയാണ് ക്ഷേത്ര മേൽശാന്തി. ശ്രീ വിശാഖ് പോറ്റിയാണ് ക്ഷേത്ര കീഴ്ശാന്തി. ഇവിടുത്തെ പൊങ്കാല സമർപ്പണവും സവിശേഷമാണ്. അതായത് ഉത്സവത്തോടനുബന്ധിച്ച് ഓരോരുത്തരും 3 കലത്തിലാണ് പൊങ്കാല അർപ്പിക്കുന്നത്. അതായത് പാൽപ്പായസം മഹാലക്ഷ്മി ദേവിക്കും, വെള്ളപ്പായസം ദുർഗാദേവിക്കും, ശർക്കര പായസം ഭദ്രകാളി ദേവിക്കും, അങ്ങനെ 3 കലത്തിലാണ് പൊങ്കാല അർപ്പിക്കുന്നത്. അതും സവിശേഷമാണ്. എന്തായാലും തിരുവനന്തപുരത്ത് ആറ്റിങ്ങലാണ് ഈ ക്ഷേത്രം. ആറ്റിങ്ങൽ ടൗണിനടുത്ത് കീഴാറ്റിങ്ങൽ ഭാഗത്ത് തിനവിളയിലാണ് രാമരച്ചമുള്ള ദുർഗാംബിക ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം കൂടുതൽ ഭക്തരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. കാരണം കൂടുതൽ ഭക്തർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരട്ടെ. എല്ലാവർക്കും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ. 3 അമ്മമാരുടെ 3 ദേവിമാരുടെ ഈ ക്ഷേത്രത്തിൽ എത്തി തൊഴുക എന്നുള്ളത് വളരെ മഹത്തായ ഒരു അനുഭവമാണ്, വളരെ ആനന്ദദായകമാണ്. എം ഹരീന്ദ്രൻ, ധർമ്മക്ഷേത്ര.